ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് സന്തോഷിച്ചിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ വിഷ് ചെയ്യാൻ ഞാൻ ലേറ്റ് ആയിപ്പോയി, എന്നാലും കുഴപ്പമില്ല. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഗെയിമായിരുന്നു. അതിനെ തുടർന്ന് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുവരെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് വ്യൂ ഫുഡൊന്നും ഞങ്ങളെ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ആ വിശേഷം നിങ്ങളെയും കൂടെ കാണിക്കണം തോന്നി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെല്ലാവരും എങ്ങോട്ടേക്കാണ് പോകുന്നത്? മസാലയിലേക്ക് ഫുഡ് കഴിക്കാൻ. എന്തിനാണ് പോകുന്നത്? ഞങ്ങൾ എന്തെങ്കിലും ഒരു ഗെയിം കളിച്ചു, അതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണും. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാ ഞങ്ങൾ പോണേന്ന്. നീ എന്തിനാ പോണേ? നമ്മളെ ജയിപ്പിച്ചത് ആരാണ്? ജോഫിനാണ് നമ്മളെ മസാലയിലോട്ടേക്ക് കൊണ്ടുവന്നത്. അഥവാ പൂജ ബില്ലടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ജോഫിൻ നോക്കിക്കോളും. നാളത്തെ പത്രങ്ങളെല്ലാം കഴിയാൻ പോകുന്നത് പീറ്ററാണ്. നമ്മളെല്ലാരും മസാലയിലോട്ടേക്ക് പോകാൻ പോവാണ്. പീറ്റർ ഇന്ന് എക്സിക്യൂട്ടീവ് ലുക്കിലാണ്. അത്രയും വേണ്ട, ടൈ കിട്ടിയ സെറ്റപ്പ് ഇല്ല. അഭിജിത്തിന്റെ ഔട്ട്ഫിറ്റ് ശരിയല്ല. ഇതാണ് ജോഫിൻ. അപ്പൊ ഗൈസ്, ഞങ്ങള് മസാല റെസ്റ്റോറന്റിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ഞങ്ങള് ബസ്സിലാണുള്ളത്. എല്ലാവരും ഇറങ്ങി. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പൊ ഗൈസ്, നമ്മൾ ഇറങ്ങാൻ പോവാണ്. കണ്ണാടി മനസ്സിലാവത്തില്ലേ? അപ്പൊ ഗൈസ്, ഇത്രയും പേരാണ് പോകുന്നത്. നിങ്ങളൊന്ന് പുറകെ എടുക്കോ. ഇങ്ങനെ ഇത്രയും പേരാണ് പോകുന്നത്. എല്ലാരും കാണൂല, ഇരുട്ടാണിപ്പോ. ഞങ്ങളവിടെ എന്തൊക്കെ ഓർഡർ ചെയ്യും നമുക്ക് ഒരു അറിവില്ല. ഇപ്പൊ ഗൈസ്, ഞങ്ങൾ പോകുന്ന റെസ്റ്റോറന്റ് പേരാണ് മസാല. കീഴിലുള്ള ഒരു ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ് ആണ്. അവിടെയാണ് പൂജ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് പൂജ നമുക്ക് ഈ സ്ട്രീറ്റിലേക്ക് എത്തിയത്? അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഗെയിമില്ലേ, ഇങ്ങനെ ബോളിൽ വീണിട്ട് ഒരു വിഷ് പറഞ്ഞാല് അത് ആരാണോ ആ ഒരു കൊട്ടയിലേക്ക് ബോൾ ഇടുന്നത് അത് ചെയ്യണം എന്നുള്ളത്. ആ ഗെയിം നിങ്ങളൊന്ന് കാണുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ വന്നതാണെന്ന്. അപ്പൊ നിങ്ങൾ ഇനി ആ ഗെയിം ഒന്ന് കണ്ടിട്ട് വരൂ. അഞ്ച് വിഷ് പറ. ഓക്കെ, ഞാൻ ഈ ബോൾ എടുത്ത് വീണ് കഴിഞ്ഞാല് ഞാൻ പറയണ സാധനം പീറ്ററേക്ക് തെമൂന്ന് മേടിച്ചത്. ഇത് ഇടയില ഈ വട്ടത്തെ നാട്ടില് ആണെങ്കിൽ ഞാൻ പറയുന്ന ദിവസം എല്ലാരും ഷോൺബർഗർ സ്റ്റാൻഡിൽ വരണം. അയ്യോ, ഇതിനകത്ത് വീണാൽ നിങ്ങൾ നാളെ മന്തി മേടിച്ചായിരുന്നു. എല്ലാരും മൊത്തം നീ കഴിച്ചും തീർക്കണം. 4 സെറ്റ് മേടിച്ചത് നാളെ നീ എടുത്തോ. എന്തായാലും ഇറങ്ങുമ്പോൾ കേട്ടോ. പൂജ നല്ല മസാല നമുക്ക് ഫുഡ് മൊത്തം ഫ്രൈ എടുത്ത് അത് പൊളിക്കും. മസാല പണി മര്യാദ കിട്ടോ ജോഫിലെ? ഇതൊക്കെ നടത്തമാട്ടോ. കൺഗ്രാജുലേഷൻ. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോ പോകുന്ന പൂജയുടെ മസാല റെസ്റ്റോറന്റിലാണ്. പൂജ മിനി ജോബ് ചെയ്യുന്നത് അവിടെയാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട് മസാലയിലോട്ടേക്ക് പോകാൻ വേണ്ടിട്ട്. അതാണ് ഗൈസ്, ഞാൻ മസാല റെസ്റ്റോറന്റ് കാണിച്ചു തരാം. ഒന്ന് കട്ട് ചെയ്യട്ടെ. ഇതാണ് മസാല റെസ്റ്റോറന്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്റ്റോറന്റ് ഇൻ കീൽ.
നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് കീഴിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ വരിക. കീഴിലുള്ളവർ വന്നാൽ മതി, ദൂരത്തുനിന്നൊന്നും ഇവിടെ വന്ന് ഫുഡ് കഴിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ കീഴിലുള്ള എല്ലാ ആൾക്കാരും ഒരു വട്ടമെങ്കിലും മസാല വരിക, ഫുഡ് കഴിക്കുക. നൈസ് ഫുഡാണ്. പഞ്ചാബീസ് നടത്തുന്ന റെസ്റ്റോറൻ്റാണ്. പക്ഷെ അവർക്ക് കേരളൈറ്റ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ക്ലാരിറ്റി ഇച്ചിരി പോകുന്നുണ്ടെന്ന് പറയണത്. എന്നാലും എനിക്ക് മനസ്സിലായില്ല മസാല MAZA ആണ് എൻട്രൻസ് വരുന്നത്. ഇതാണ് പൂജ. പൂജയാണ് ഇവിടെ ജോലി ചെയ്യുന്ന ആള്. മസാലയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഒന്നും പറയല്ലേ, ഞാൻ സൂപ്പറാന്നൊക്കെ പറഞ്ഞത്. സ്ഥലം മതി. ഇതാണ് മാനേജർ. സേ ഹായ്. സേ ഹായ്. എല്ലാവരും കഴിക്കും. ഇരിക്കാൻ കംഫർട്ടബിൾ ആണെങ്കിൽ ജാക്കറ്റ് ഇട്ടിരിക്കാം. എന്നെ കൊണ്ട് പണിയെടുപ്പിക്കൂടോ എന്നിട്ട് നമുക്ക് അതിൽ ഇറങ്ങുന്നില്ല. ഇന്ന് ആരും വരില്ല. ആൾക്കാർ വരും, തിരക്ക് കൂടുതലാണ്. എന്താണ് നിനക്ക് നിന്റെ റെസ്റ്റോറന്റിനെ പറ്റി പറയാനുള്ളത്? ഈ റെസ്റ്റോറന്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നീ നെയിൽസ് ചെയ്ത് കാണിക്കും. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നെയിൽസ് ചെയ്ത് അത് കത്തൂട്ടോ സീരിയസ് കുറച്ച് മതിയായിട്ടുള്ളൂ. ഇത് കണ്ടോ, അവൾ നെയിൽസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ കെട്ട് പോവാഞ്ചതാ. അങ്ങനെ പുതിയ എല്ലാരും കൂടി ഇരുന്നിട്ടുണ്ട്. എന്താ കൊട കമത്തി വെച്ചിരിക്കുന്ന പൊട്ട. ഇവിടെ വന്നതിന് നമുക്ക് കുടകൾ വാങ്ങാം. കുടകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ DMലോ വണ്ടിയിലോ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നാൽ മതി. ഇഷ്ടംപോലെ കുട തൂക്കിയിട്ടുണ്ട്. മെനു കാർഡ് വന്നു. ഇത് പൂജയുടെയാണ്. പൂജ ഏവർ റെസ്റ്റോറന്റ് ആൻഡ് ബാർ. ഞാൻ കഴിക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേര് കശുവണ്ടി ചിട്ടിക്ക. ഞങ്ങളെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. കാണിച്ചു തരാം. ഇതിനകത്ത് എവിടെയാണ് ചെറുതായിട്ട് പാറുന്നുണ്ട്. എടാ കയ്യിൽ എവിടെയും കിട്ടിയോ? ചെറുതായിട്ട്, അതായത് സ്നോ സ്റ്റാർട്ട് ലൈറ്റിലാണ്. ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമായിരിക്കും. കണ്ടോ, സ്നോ വരുന്നുണ്ട് ഗായ്സ്. ഞങ്ങൾ ചിലപ്പോൾ ഇറങ്ങുമ്പോഴത്തേക്കും മഞ്ഞ് മൂടും. കാണിക്കണ്ട, നമുക്ക് പോകാം. നമ്മൾ ഓർഡർ ചെയ്ത് കൊടുത്തു. നമുക്ക് യോഫിന് എവിടെയാ? ഇതാ ഫീല് കൂടി. സ്നോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇന്ന് സ്നോ പെയ്യും. ഐസ്ക്രീം ചെയ്യാതെ സ്നോ ഉണ്ടല്ലേ. ഡെലിവറി പോകാൻ എന്താ വണ്ടി ഓടിക്കാൻ അറിയാലോ. നമുക്കിപ്പോ അകത്ത് പോകാം. ഓർഡർ കൊടുത്തല്ലോ, നമുക്ക് തിരിച്ചു നോക്കാം. നമുക്ക് ഫുഡ് നോക്കാം ഗൈസ്. ഞാൻ പുറത്ത് വെച്ചാൽ നല്ല രസമുണ്ട്. കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് ഗൈസ്. ഫൈനാൻഷ്യലും പോകുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ തരാം. ചിറാപുഞ്ചി മഴയത്ത് പരസ്യം തുടങ്ങട്ടെ. ഗൈസ്, ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ്. ഇതാണ് മസാലയുടെ പൂജ. മസാല പൂജ. കുടിച്ചോ. ഇത് മാംഗോ ലസ്സി അല്ലേ? ഇതാണ് മാംഗോ ലസ്സി. പിന്നെ ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല.
പറയൂ, പേര് പറയൂ. ഓ, ഇതിന് എങ്ങനത്തെ സാധനമൊക്കെ കൊടുത്തിട്ടേ അവള് പറയും. ഇതെന്തിനാന്ന് പറയാം. ഇത് മേശ നനയാണ്ടിരിക്കാൻ. മേശ ഇതെന്താന്നറിയോ? Guys, ഇത് നമുക്ക് കിട്ടുന്നത് മേശ നനയാണ്ടിരിക്കാൻ. ഇതെന്താ സെക്സ് ഓൺ ദി ബീച്ച്. ഗൈസ്, ഇതാണ് സെക്സ് ഓൺ ദ ബീച്ച്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ബാക്കി എടുത്തില്ല. അച്ഛൻ്റെ റിവ്യൂ ഞാൻ പറയട്ടെ. ഇതിന്റെ പേരാണ് സെക്സ് ഓൺ ദ ബീച്ച്. ഇത് കിട്ടുന്നത് മസാല റെസ്റ്റോറൻറ്റിലാണ്. ഇത് കുടിക്കാൻ നേരത്തെ എനിക്ക് തോന്നുന്ന വികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലല്ല, ഇത് കുടിക്കുമ്പോൾ നമ്മുടെ കാപ്രിസോൺ എന്നോ പറയുന്നത് ജ്യൂസ് കുടിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നല്ല നല്ല റെസ്റ്റോറൻറ്റ് ടേസ്റ്റാണ് കുടിക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കുടിക്കാൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. ഞാൻ അങ്ങനെ സാധാരണ കൊള്ളില്ല സാധനം കൊള്ളില്ല എന്ന് പറയാറുണ്ട്. ഇത് തണ്ണിമത്തനല്ല വേണ്ട. ഇതിന്റെ പെക്സായിട്ട് ആണോ? ഇതിന്റെ പവർ നല്ല ആൽക്കോളുകളുണ്ട്. ഇതെങ്ങനെയുണ്ട് ഉണ്ണി? എന്തോ കുഴപ്പമുണ്ട്. എങ്ങനെയുണ്ട്? കുറച്ചധികം കട്ടിയാ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡ്രിങ്ക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. എല്ലാം ഓക്കെയാണ്. അപ്പൊ നമുക്ക് അത് സ്റ്റാർട്ടർ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പാവം നമ്മള് ക്ലീൻ ചെയ്യുന്നുണ്ടോ ഗൈസ്? നല്ലോണം വൃത്തിയാക്കിയ പ്ലേസ്. നല്ല ചൂടുണ്ട് പ്ലേറ്റ്. ചൂടായിട്ട് കഴിക്കാൻ വേണ്ടി. എടാ, പ്ലേറ്റ് സൂപ്പർ അല്ലേ? പ്ലേറ്റ് സൂപ്പർ അല്ലേ? നല്ല വൃത്തിയുണ്ട്. സൂപ്പർ വെയിറ്ററും നല്ല വെയിറ്ററും പ്ലേറ്റ് ഒന്നിന് ഫുഡ് വരട്ടെ. ഇതും ഇതെന്താ? 2 ചിക്കൻ പക്കോറ. ഇത് ചിക്കൻ പക്കോട. ഞാൻ പറഞ്ഞ സ്റ്റാർട്ടർ പൂരിയാണ് ഗൈസ്. സ്റ്റാർട്ടേഴ്സ് ഇവരുടെക്കാരും ബെറ്റർ ആയിട്ട് എന്തെങ്കിലും എങ്ങനെയുണ്ട് ടേസ്റ്റ് പറ. പക്കോറ കാണിച്ചു ഞാനോട് തേക്കട്ടെ. നല്ലതാണോ? ഉള്ളത് പറഞ്ഞു കേട്ടോ. ഒരു ചീസ് ബ്രെഡ് ഉണ്ട്, വേണോ? നല്ലതാണോടാ? ഓക്കെ, നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണോ? വേണോ പറയൂ. നമുക്ക് ഇത് കഴിച്ചു നോക്കാം. അടി ഉണ്ടാക്കല്ലോ. ആരുണ്ടാക്കില്ലടാ. ഇതെടുത്തോ, ഞാൻ എന്നോട് ഫുഡ് ബ്ലോഗാ. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കില്ലേ, ബ്രേക്ക്ഫാസ്റ്റ്, ആ ടേസ്റ്റാണിത്. കറക്റ്റ് ആ ടേസ്റ്റ്. ഈ ചിക്കൻ പക്കോടേൻ്റെ ഒപ്പം ഒരു സോസ് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ കേരളക്കാർക്ക് ഈ സോസ് ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ സാധനം കൊള്ളാം. സോസിൻ്റെ ഒപ്പം മുക്കി കഴിഞ്ഞാൽ ആ സോസിൻ്റെ ഫ്ലേവർ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അതെ അതെ, കാരണം നമുക്കിത് കഴിച്ച് ശീലമില്ല. ഉണ്ടോ? അപ്പം ഞാൻ കഴിക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്യാണ്ട് ഇവിടുത്തെ സൂപ്പർ ഡിഷാണെന്ന് പറഞ്ഞിട്ട് പൂജ കൊണ്ടുവന്നാണ്. എന്റെ പേരെന്താ? പേര് പറ. എന്റെയോ? ഇങ്ങനത്തെ പേര് കൈസ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത്. ഗെഫ്യൂൾട്ടസ് ബ്രോട്ടാണിത്. അച്ചാർ എങ്ങനെയുണ്ട് നോക്കി പോയി പറയാം. ഞാൻ കഴിച്ചില്ല. മാങ്ങാച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിന്റെ നീ ഒന്ന് കഴിച്ചു വെക്കും മാങ്ങാച്ചാർ. അല്ലാണോ? അതൊരു നെല്ലിക്കച്ചാറിന്റെ ഒക്കെ ഒരു ടേസ്റ്റ്. നമ്മുടെ വീട്ടിലുള്ള അച്ചാർ പോലെയല്ല. ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ മെയിൻ ഡിഷ് എല്ലാം വന്നു. നമ്മളെല്ലാവരും അത് കഴിക്കാൻ പോവാണ്. എല്ലാവരും ചിക്കൻ ടിക്ക, ചിക്കൻ മസാല,
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പ്രോൺസ് ഒക്കെയാണ് മേടിച്ചേക്കുന്നത്. ഞങ്ങളെല്ലാവരും ഇത് കഴിക്കുകയാണ് ഇനി. ഗൈസ്, നമ്മൾ ഒരു കറി ഓർഡർ ചെയ്ത് അതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ റൈസും കിട്ടും. ഇങ്ങനെ പ്ലേറ്റ് ബട്ടർഫ്ലൈ പറ്റൂലാത്ത അടിച്ച് കയറ്റില്ല. സാധാരണ ഇത്രയല്ലേ എടുക്കാറ്, ഇന്നും കൂടുതൽ എടുക്കാറുണ്ട്. ഇന്ന് എത്ര എടുക്കുന്നുള്ളൂ. കഴിച്ചു കഴിഞ്ഞു. അവള് സാധനം കൊണ്ടുപോവാ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ്. നല്ല ഫുഡാണ്. അപ്പോൾ നിങ്ങൾ കീഴിൽ പഠിക്കുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, അല്ല നിങ്ങൾ കീഴിലേക്ക് ടൂറിനൊക്കെ വരുന്നുണ്ടെങ്കിൽ മസാല റെസ്റ്റോറൻറ്റ് നിങ്ങൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം. സൂപ്പർ ഫുഡാണ് അവിടെ. ഇത് ഞങ്ങൾ വീട്ടിനടുത്തുള്ള ജിമ്മാണ്. ഈ ജിമ്മിൽ ആരും ഇതിൽ പോയിട്ടില്ല. ഇത് ഞങ്ങളുടെ ജിം ബോയാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങള് പൂജയുടെ റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിച്ച് ഞങ്ങളിപ്പോ ബസ് ഇറങ്ങിയിരിക്കാണ്. ക്രിസ്മസ് മാർക്കറ്റിലാണ്. ഇപ്പൊ ക്രിസ്മസ് മാർക്കറ്റ് അല്ല, ഇവിടെ അടച്ചു പൂട്ടി. ഇവിടെ എല്ലാം അടച്ചു പൂട്ടി. ഇവിടെ ഒക്കെ വൻ സംഭവമായിരുന്നു. നമ്മളാരും വന്നിട്ടില്ല. അല്ല, ഞാൻ വന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സേ ഹാപ്പി ക്രിസ്മസ്. സാധനം കഴിക്കരുത്, വയറിളകും. നമ്മുടെ പള്ളിയാണേ. ഞങ്ങളുടെ കീഴിലെ കപ്പൽ. കുറേ കപ്പലുണ്ട് ഇവിടെ. കീഴില് മെയിനായിട്ട് ഒറ്റ മൈൻഡ് കീഴിലേക്ക് വിട്ടാലോ? അവിടെ നിർത്തിരുന്നല്ലേ. എടാ, കീഴിൽ പോയാലോ? ഞാൻ 10 മണിക്ക് കിടന്നു, നീ 4 മണിക്ക് കിടന്നു. ഗൈസ്, ഒരു കീലിന് പോകാൻ വേണ്ടി, കീലിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്, ഇവിടെ അടുത്തുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഏകദേശം സമയം 8:30 കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് നാളെ ഫ്രൂട്ട് ഷിഫ്റ്റാണ്. ഫ്രൂട്ട് ഷിഫ്റ്റാണ്. പയ്യെ വീട്ടിലേക്ക് നടക്കാം. പയ്യെ വരും വീട്ടിലേക്ക് നടന്നോളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.